ഹലോ ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഓണം നമ്മുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഓണത്തിന് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പാചകപ്പുരയിലേക്കൊന്ന് പോയാലോ. ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് നുറുക്ക് ഗോതമ്പ് പായസം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് പെട്ടെന്ന് കയറി വന്നു. വീട്ടിൽ നമുക്ക് പായസത്തിനൊന്നും പ്രിപ്പയർ ആയിട്ടില്ല, പക്ഷെ പായസം വെക്കണം എങ്കിൽ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പറയുന്നത്. ഇത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് നമുക്ക് നല്ല ഒരു പായസം വെക്കാം. സാധാരണ സദ്യക്കൊക്കെ നമ്മൾ ഗോതമ്പ് പായസം കുടിക്കാറുണ്ട്. അതുപോലെ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നുറുക്ക് ഗോതമ്പ് പായസം. ഇത് നുറുക്ക് ഗോതമ്പ്, ആവശ്യമായ സാധനങ്ങൾ: ശർക്കര, മുന്തിരി, ഏലക്ക, നെയ്യ്, ഒരു 1.5 തേങ്ങ, കിസ്മിസ്. അണ്ടിപ്പരിപ്പില്ലാത്തതുകൊണ്ട് ഒരു കപ്പലണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കപ്പലണ്ടി. തേങ്ങ നമുക്ക് 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുക്കണം. അപ്പോൾ തേങ്ങയെ പിഴിഞ്ഞെടുക്കുക. തേങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് ഒന്ന് ജാറിൽ, മിക്സി ജാറിൽ അടിക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ല പാല് കിട്ടും. പിഴിഞ്ഞ് നമുക്ക് 1-ാം പാൽ എടുത്തിട്ട് 2-ഉം 3-ഉം പാല്, 2-ാം പാലും 3-ാം പാലും എടുത്ത് വെക്കുകയാണെങ്കിൽ പായസം വയ്ക്കുമ്പോൾ നന്നായിരിക്കും. തേങ്ങ പിഴിഞ്ഞ് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, അങ്ങനെ തേങ്ങ പിഴിഞ്ഞ് 3 പാലായിട്ട് വയ്ക്കുക. അപ്പോൾ പായസം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നുറുക്ക് ഗോതമ്പിനെ ഒരു കുക്കറിൽ വേവിച്ചു. അതിന് ശേഷം നമുക്ക് അതിൻ്റെ വെള്ളം തോർത്തിയെടുക്കാം. ഒരു അരിപ്പിൽ വെച്ച് വെള്ളം തോർത്തുന്നതാണിത്. തോർത്തിയെടുത്തിട്ട് ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം. കുറച്ച് മതി. ഈ ഗോതമ്പൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അരിച്ച് വെച്ചില്ലെങ്കിൽ കല്ല് കാണും. അരിച്ച് വെക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരുവിധം പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 3-ാം പാല് ആഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. 1-ാം പാല് ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് 2-ാം പാല് അതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. ഇതും നന്നായിട്ട് കുറുക്കിയെടുക്കുക. അതിനുശേഷം ലാസ്റ്റ് ഇറക്കാറാകുമ്പോഴാണ് 3-ാം പാല് ആഡ് ചെയ്ത് കൊടുക്കണേ. പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി 1-ാം പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇറക്കി വയ്ക്കും. നമുക്ക് 3-ാം പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരുവിധം കട്ടിയായി വന്നിട്ടുണ്ട്. 3-ാം പാല് ആഡ് ചെയ്യണേ. 3-ാം പാലല്ല, 1-ാം പാലാണേ. ഇതൊന്നും ചെറുതായിട്ട് തിളയ്ക്കാറാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അതിൽ കൂടി കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഏലക്ക കുറച്ച് ആഡ് ചെയ്യാം. നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം. പായസം റെഡി ആയിട്ടുണ്ട്. ഇത്രയ്ക്ക് സിമ്പിളാണ് വയ്ക്കുക. അടുത്ത നമുക്ക് കിസ്മിസ് വറുത്തിടാൻ വേണ്ടിയാണ്. ചെറിയ ചീനച്ചട്ടിയിൽ നെയ്യ് ഒഴിക്കുക. നമുക്ക് അണ്ടിപ്പരിപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ കപ്പലണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. കപ്പലണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം.
വറുത്ത് കോരിയെടുക്കാം. കിസ്മിസിന് നമുക്ക് അണ്ടിപ്പരിപ്പില്ല, അതുകൊണ്ട് കപ്പലണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. കപ്പലണ്ടി ഒന്ന് ചെറുതായിട്ട് ചുവപ്പിച്ചെടുക്കുക. മുന്തിരിയാണ്, മുന്തിരി കുറച്ച് കൊടുക്കാം. കുറേശ്ശെ ചെയ്ത് എല്ലാം ആവും. ഒരുമിച്ചിടാനുള്ള സ്പേസ് ഇല്ല ഇതിൽ. പിന്നെ കോരി മാറ്റിയിട്ട് വരയ്ക്കുക. ഇതിൽ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങയും കൂടെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. തേങ്ങ ചെറുതായിട്ട് നോക്കിയിടുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഞാൻ തേങ്ങ ഇടുന്നില്ല, മാത്രമാണ് ഇടുന്നത്. ഇനി നമുക്കിതിനെ റെഡിയാക്കാൻ വെച്ചിരിക്കുന്ന പായസത്തിലോട്ട് ആഡ് ചെയ്താൽ മാത്രം മതി. ഇതായിട്ടുണ്ട്. നമുക്കിത് ആഡ് ചെയ്തിട്ട് വറുത്തെടുത്ത കിസ്മിസാണ്. ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പായസം ഫിനിഷ്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ പെട്ടെന്ന് അതിഥികളൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ, ഇപ്പോൾ ബന്ധുക്കളൊക്കെ വരുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ്. അപ്പോൾ ഞാൻ അത് കഴിച്ചു നോക്കാം. നല്ല രസമാണ്, നല്ല സ്വാദുണ്ട്. നിങ്ങളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ ട്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മളെ ചാനൽ. ഓക്കെ.